ഒരുപാട് ചാലഞ്ചസ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചലഞ്ചായിട്ട് കരുതാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പം ജോബ് കുര്യൻ പാടിയ ഇന്നലകളെയുടെ തുടക്കം പാടിക്കുന്നത് ലാൽ സാറാണ്. ഇപ്പോൾ ലാൽ സാറിനെ കൊണ്ട് പാടിപ്പിക്കുക, പൃഥ്വിരാജിനെ കൊണ്ട് പാടിപ്പിക്കുക, എന്നിട്ട് ലാൽ സാറിനെ കൊണ്ട് വീണ്ടും പാടിപ്പിക്കുക, വീണ്ടും പാടിപ്പിക്കുക, പൃഥ്വിരാജിനെ കൊണ്ട് വീണ്ടും പാടിപ്പിക്കുക, പൃഥ്വിരാജിന് ഒരു ഗായകനായിട്ട് മാറുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ മണിച്ചേട്ടനെ കൊണ്ട് സോന സോന നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകൾ ഒന്നാം നമ്പർ എന്ന് പാടിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ അതുവരെ പാടിയിട്ടുള്ള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ആസ്വാദനം കിട്ടി. അതായത് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സിനിമാ ഗാനത്തിലൂടെ അങ്ങനെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യും എന്ന് കരുതുന്നില്ലായിരുന്ന ഒരു സമയത്താണ് ഈ സോന സോനയുടെ വരവെന്ന് പറയുന്നത്. ജോബ് കുര്യൻ പാടിയിട്ടുള്ള ഇന്നലകളിൽ അതിലൊരു ലാൽ സാന്നിധ്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് ജോബ് കുര്യൻ അസാധ്യമായിട്ടാണ് അത് തുടങ്ങുന്ന ഇന്നലകളെ. പക്ഷേ അതൊരു പാട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ 4 വരി കഴിയുമ്പോഴാണ് ജോബ് കുര്യൻ വരുന്നത്. ഇതൊരു ചലഞ്ചാണ്. അത് എങ്ങനെ കാണണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണ് അത് ആസ്വദിച്ചേക്കുന്നത്? ഇത് ഇപ്പോൾ ഒരിക്കലും പാടാൻ അറിയാത്ത ആൾക്കാരോ അല്ലെ പാട്ടിനെ പറ്റി ഒരു ABCD അറിയാത്ത ആൾക്കാരല്ല ഈ പാടി നന്നായി റിസൾട്ട് വരുന്നത്. പക്ഷേ ഇവരാരും സിംഗേഴ്സ് അല്ലാത്തതുകൊണ്ട് സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് ഏത് പോലീസുകാരനും പാടാൻ പറ്റിയതല്ലേ, അല്ലെങ്കിൽ ഇവർ പാടിയതൊന്നും ആയിരിക്കില്ല, ഇത് കമ്പ്യൂട്ടറിൽ ചെയ്തത്. പക്ഷെ സത്യം അതല്ല. ഇവരുടെയൊക്കെ അകത്ത് നല്ല മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഇവരൊരു ട്രൈ ചെയ്യുന്നതും. അബോവ് ആവറേജ് ആണ് ഇവരെല്ലാവരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ലാൽ സാറിനെ ഈ അടുത്ത് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ മെർവിൻ ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദീപക് എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യിപ്പിച്ചൊരു സാധനമാണ്, അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, ഞാനായിട്ട് കുളമാക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഇന്നലകളെ എന്നുള്ള പാട്ടിലെ മെഹഫിൽ എന്നുള്ളൊരു പാട്ട് ലാലേട്ടൻ പാടുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ പാടിയത് ഓക്കെ ആവേണ്ടത് അവിടെ നാൻസി ചേച്ചിയുടെ ആവശ്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, വേറെ ഏത് പ്രൊജക്റ്റിലാണെങ്കിലും നാൻസി ചേച്ചിക്ക് പ്രശ്നമില്ല. ഇത് എൻ്റെ മോൻ്റെ പ്രൊജക്റ്റാണ്, അത് പാടിക്കൂടാക്കാൻ സമ്മതിക്കില്ല. ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ. അപ്പം ഇത് പാടുന്നതിന് മുമ്പേ എനിക്കറിയായിരുന്നു ലാലേട്ടൻ പാടുന്നത്. കാരണം നമ്മൾ കമ്പോസിങ്ങിൻ്റെ സമയത്തൊക്കെ ലാലേട്ടൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട്, വ്യത്യസ്തമായ ശബ്ദം. പക്ഷെ നാൻസി ചേച്ചി ജീൻ്റെ പടം ആയതുകൊണ്ട് എൻ്റെ മോൻ്റെ പടം ഞാൻ അങ്ങനെ നിങ്ങൾ വെറുതെ. അപ്പോൾ നാൻസി ചേച്ചി സ്റ്റുഡിയോയിൽ വന്ന് കേട്ട് കുഴപ്പമില്ല, ഇല്ല ദീപക്കെ നമുക്ക് പുള്ളിയൊക്കെ പാടിപ്പിക്കാം അല്ലേ എന്നൊക്കെ ചോദിച്ചു. ലാലേട്ടൻ ആക്ച്വലി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ്സ്, അത് ഇന്ന് എത്ര വലിയ സിംഗർ പാടിയാലും സേഫ്റ്റിക്ക് നമ്മൾ ചെയ്യും. പക്ഷേ അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ലാൽ സാറിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പൊതുവിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം സ്വയം കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ്, അത്രയ്ക്ക് ഹെവിയാണ്. അപ്പോൾ അത് ഡബ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം അവിടെയാണ് ഒരു പാട്ട് മനോഹരമായിട്ട് പിച്ച് ചെയ്യാന്ന് പറയുന്നത്. അത് വലിയൊരു ജോലിയാണ്. അത് ആക്ച്വലി ഞാനൊരു പ്രോഗ്രാമറും സൗണ്ട് എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ശബ്ദം ആദ്യം എടുക്കുന്ന സമയത്ത് ഓർക്കസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു ക്ലിക്കും ഒരു താളം, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബേസിക് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. ഇവർ പാടിയതിന് ശേഷം ഇവരുടെ ശബ്ദത്തിനെ മാക്സിമം നന്നാക്കാനായിട്ട് ആവശ്യമുള്ള മറ്റ് ശബ്ദങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സാധാരണ ഒരു സിംഗർ ആണെങ്കിൽ ഏത് ഓർക്കസ്ട്രയുടെ കൂടെ അവർ പാടിയ ബ്ലെൻഡ് ആയിപ്പോൾ. ഇതുമാതിരി വ്യത്യസ്തമായ ശബ്ദമുള്ള ആൾക്കാർ വരുമ്പം അവരുടെ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പം ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട്